രാമന്റെ അവതാര ലക്ഷ്യവും ധർമ്മ സംസ്ഥാപനവും, രാമൻ നിഗ്രഹിച്ച രാക്ഷസകുലവും, രാമന്റെ വ്രതം, വനവാസ ജീവിതചര്യ, ധർമ്മ സംരക്ഷണാർത്ഥമുള്ള രാവണ നിഗ്രഹവും, സത്യവിക്രമനായ ശ്രീരാമന്റെ ജീവിതവും സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവാൻ ഞാൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനി സപ്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗ ആനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. അവതാരത്തിൻ്റെ ലക്ഷ്യം ധർമ്മ സംസ്ഥാപനമാണ്. ആ ധർമ്മ സംസ്ഥാപനത്തിൽ ദുഷ്ടശിക്ഷണവും ശിഷ്ടരക്ഷണവുമാണ് പ്രധാനം. ശ്രീരാമചന്ദ്രൻ ദീർഘകാലം വനവാസം നയിച്ചത് ഈ രാക്ഷസകുലത്തെ ഇല്ലാതാക്കാൻ എന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്. ചിത്രകൂടാദ്രിയിൽ താമസിക്കുന്ന സമയത്ത് പല പ്രകാരം അതിഭീകരന്മാരായ രാക്ഷസന്മാരെ ശ്രീരാമൻ ഹിംസിച്ചിട്ടുണ്ട്. അവരുടെ ദുർഗതിയെ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം രാക്ഷസ യോനിയിൽ നിന്നുള്ള മോചനത്തോടൊപ്പം പലപ്പോഴും ശാപമോക്ഷങ്ങളുമാണ് സിദ്ധിച്ചത്. അങ്ങനെ കഴിയുന്ന കാലം വനത്തിൽ തപസ്സനുഷ്ഠിച്ച് കഴിയുന്ന എല്ലാ മഹാത്മാക്കളും മഹർഷി ശ്രേഷ്ഠന്മാരും ശ്രീരാമനെ കണ്ട് തങ്ങളുടെ വ്യഥ അറിയിക്കുകയാണ്. മറ്റൊരാളെയും ഉപദ്രവിക്കാൻ പോവാതെ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവരായ മാമുനിമാരെ അവരെ വെറുതെ വിടാതെ കൂട്ടം കൂട്ടമായി അത്തരം മാമുനിമാരെ ഹിംസിക്കുന്ന രാക്ഷസരുടെ ക്രിയകളെ രാമന് മുമ്പാകെ അവർ ബോധിപ്പിക്കുകയാണ്. കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുള്ള മനുഷ്യരുടെ തലയോടുകളും അസ്ഥിക്കൂടങ്ങളും കാണിക്കുകയാണ്. ഇവിടെയാണ് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നത്. തപസ്സികളായ മഹാത്മാക്കളുടെ മഹർഷിമാരുടെ നേർക്ക് ഉപദ്രവം ചെയ്യുന്ന ഈ രാക്ഷസന്മാരെ ഞാൻ ഇല്ലാതാക്കുന്നതാണ് ഒന്നൊഴിയാതെ. ഈ ഭാഗത്ത് വാൽമീകീയത്തിൽ
വളരെ ശ്രദ്ധേയമായൊരു വാക്യം വരുന്നുണ്ട്. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമായത്. ഒരിക്കലെങ്കിലും എന്നെ സമാശ്രയിച്ചിട്ടുള്ള, ഞാൻ നിൻ്റെതാണെന്ന് പറയുന്നവരായ അവർക്ക് സർവഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയം കൊടുക്കും, ഇതെൻ്റെ വ്രതമാണെന്ന്. ഈ മഹാവ്രതത്തെ രാമൻ ദീക്ഷിക്കുകയാണ്. അതാണ് ഈ ഭാഗം. ഒന്നുകൊണ്ടും നിങ്ങൾ ക്ലേശിക്കേണ്ടതില്ല. ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ ഞാൻ ഹിംസിക്കും എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. അതിനനുസൃതമായി പിന്നീട് ജീവിതം നയിച്ചു. വനവാസത്തിൻ്റെ ഏറ്റവും വലിയ കാലയളവ് നിർവഹിച്ചു ഇപ്രകാരം ധർമാചരണം ചെയ്തുകൊണ്ട്. ഇവിടെ ശ്രദ്ധേയമായൊരാശയം, 14 വർഷം വാനപ്രസ്ഥം, വനവാസം രാമൻ സ്വീകരിച്ചു, അഥവാ രാമനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. വൈയക്തികമായി വാനപ്രസ്ഥ വ്രതത്തിൽ താൻ കഴിയുമെന്ന സങ്കല്പത്തോടു കൂടി തന്നെയാണ് രാമൻ വനത്തിലേക്ക് വരുന്നത്. എന്നാൽ തൻ്റെ ക്ഷത്രിയൻ എന്ന പദത്തെ ഒരിക്കലും രാമൻ പരിത്യജിച്ചിട്ടില്ല. ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് കൂടെ കൊണ്ടു നടക്കുന്ന ആയുധത്തെ സദാ വിനിയോഗിച്ചിട്ടുണ്ട്. എന്നല്ല, ആദ്യം വിധിപ്രകാരം ധനുർവേദം അഭ്യസിച്ച രാമൻ പിന്നീട് അളവറ്റ ആയുധവിശേഷങ്ങളെയും മന്ത്രായുധങ്ങളെയും വിശ്വാമിത്രനിൽ നിന്ന് ലഭിച്ച രാമൻ പിന്നീട് എത്രയെത്ര മഹർഷിമാരിൽ നിന്ന് ദിവ്യതമങ്ങളായ ആയുധങ്ങൾ ലഭിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒന്ന് മാത്രമാണ് മറുപടി: ധർമ്മസംരക്ഷണാർത്ഥം. ഇപ്പം തപസ്സികളായി കഴിഞ്ഞ, വനത്തിൽ കഴിഞ്ഞ മഹർഷിമാരെ ഹിംസിച്ച സകല രാക്ഷസന്മാരെയും ഇല്ലാതാക്കുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ട് 13 സംവത്സരക്കാലം രാമൻ ആ പ്രദേശത്ത് കഴിയുകയാണ്. വാൽമീകിയാൽ വസിക്കാൻ യോഗ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രദേശത്ത്. അങ്ങനെ ദണ്ഡകാരണ്യത്തിനുള്ളിൽ ഒരു ഭാഗത്ത് വാനപ്രസ്ഥൻ്റെ ചര്യ അനുഷ്ഠിക്കുന്നതോടൊപ്പം ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് ദുഷ്ടനിഗ്രഹം എന്നുള്ളത് കൂടി ചെയ്ത് രാമൻ കഴിയുന്നു. അവതാരത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം അതല്ല. അവിടെ രാവണ നിഗ്രഹമാണ്. രാവണനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസുരിക സ്വഭാവികളുടെ നിഗ്രഹമാണ്. പക്ഷേ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് രാമൻ്റെ ഈയൊരു ഭാഗത്തുള്ള ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പം സ്വയം അനുഷ്ഠിക്കുന്നത് തന്നെ മഹർഷിമാരുടെ മുമ്പിൽ വാക്കായി പറയുന്ന രാമൻ, എന്ത് പറഞ്ഞോ അതനുഷ്ഠിക്കുന്ന രാമൻ. രാമോ ദുർനാഭിഭാഷതേ എന്ന് വാൽമീകി ആവർത്തിച്ച് പറയുന്നുണ്ട്. രാമൻ രണ്ടാമത് പറയില്ല എന്ന്. രണ്ടാമത് പറയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ പറഞ്ഞത് അത് പാലിച്ചിരിക്കും. പാലിക്കുന്നതേ പറയൂ. സത്യവിക്രമനാണ് രാമൻ. ആ സത്യവിക്രമനായ രാമൻ്റെ വളരെ നല്ലൊരു രേഖാചിത്രമാണ് ഈ വാക്യങ്ങളിലൂടെ സ്വയം രാമൻ്റെ തന്നെ വാക്യങ്ങളിലൂടെ നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ.